തഴവാനോർത്ത് BJSM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനുമായി സഹകരിച്ചാണ് തഴവാനോർത്ത് BJSM മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തിയത്. ബോധവൽക്കരണ ക്ലാസ്, സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ്, നാടകം എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ലതീഷ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസുകൾ കിട്ടിയിട്ടില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അധ്യാപകരല്ല, വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടോ? ക്ലാസ്സുകൾ കേട്ട് 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 ബോറടിച്ച് അല്ലേ ഒരു പരിവായിട്ടുണ്ടാവും അല്ലേ? ഈ ലഹരിക്കെതിരെ ആദ്യമായിട്ട് ഉള്ള ഒരു വലിയ മുന്നേറ്റം തുടങ്ങി വെച്ച ഒരു മഹാന്റെ പ്രസ്ഥാനം എൻ്റെ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. അതായത് ലഹരി ഉപയോഗിച്ച് ഒരു യുവതലമുറ നശിച്ചു പോകുന്നത് കണ്ട് മനം നൊന്ത് പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു ഉദ്യോഗസ്ഥനായ ബേഡൻ പവൽ എന്ന് പറയുന്ന പ്രഭു തുടങ്ങി വെച്ച ആദ്യത്തെ ലഹരി വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച സംഘടനയാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൽ മനാഫ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. IDA മാവേലിക്കര ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഖി രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷീജ പി ജോർജ്, ശ്രീലക്ഷ്മി മഠത്തിൽ ഡോക്ടർമാരായ വീണ പൂറ്റി, ചന്ദന, ജയലക്ഷ്മി, പ്രഥമാധ്യാപിക താര PO, VHSC പ്രിൻസിപ്പൽ O ഗിരിജ, സജീവ് PS, വിശാഖ് ചന്ദ്രൻ, ധന്യ എന്നിവർ പങ്കെടുത്തു. അവന് ശരിക്കും എന്താ പറ്റിയത്? അവന്റെ വായെല്ലാം പൊട്ടി, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവനെ ഒത്തിരി ക്ഷീണിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ഇപ്പോഴാ മനസ്സിലായത് ക്യാൻസർ ആണ്. അവന്റെ ലിവറിന് കുഴപ്പമുണ്ടെന്നവർ. ന്യൂസ് ബ്യൂറോ, തഴവ.